ജനുവരി 30 ചൊവ്വാഴ്ച. മാർക്ക് 5:21 മുതൽ 43 വരെ വാക്യങ്ങൾ. പ്രാർത്ഥനയുടെ ശക്തിയിലും സുഖപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ അത്ഭുതകരമായ കഴിവിലും കിർബി കുടുംബം ശരിക്കും വിശ്വസിക്കുന്നു. ആ കുടുംബത്തിലെ ഗ്രേസൺ എന്ന യുവാവിന് 5% താഴെ മാത്രം ജീവിക്കാൻ അവസരം നൽകിയ ഭയാനകമായ ഒരു കാർ അപകടത്തിന് ശേഷം 10 ദിവസത്തെ കോമയിൽ നിന്ന് ഉണർന്ന് അദ്ദേഹം എല്ലാ വൈദ്യശാസ്ത്രപരമായ പ്രതിബന്ധങ്ങളെയും വെല്ലുവിളിച്ചു. വിശ്വാസം കാത്തു സൂക്ഷിക്കുകയും ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്ന ഡിജിറ്റൽ പ്രാർത്ഥനാ യോദ്ധാക്കളുടെ ഒരു സൈന്യത്തെ കുടുംബം അണിനിരത്തി. ലോകമെമ്പാടുമുള്ള ആളുകൾ ജർമ്മനി, അയർലൻഡ്, കൊറിയ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ നിന്നെല്ലാം അവരുടെ പ്രാർത്ഥനകൾ അയക്കുന്നത് അവർ കേട്ടു. അവൻ്റെ അമ്മ കാരൻ കിർബി പറയുന്നത്, എല്ലാ ദിവസവും അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അവൻ്റെ രോഗശാന്തി വിശ്വാസം പുനഃസ്ഥാപിക്കാൻ എല്ലാവരെയും സഹായിച്ചു. ഇന്നത്തെ സുവിശേഷം രോഗശാന്തിയെക്കുറിച്ചാണ്. സിനഗോഗിലെ ഉദ്യോഗസ്ഥനായ ജൈറസ് യേശുവിൻ്റെ അടുക്കൽ വന്ന് തൻ്റെ മകളെ സുഖപ്പെടുത്താൻ അവനോട് അപേക്ഷിക്കുന്നതായിട്ടാണ് ഇന്നത്തെ വായനയിൽ നാം കാണുന്നത്. അവൾ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജൈറസ് നിരാശനായിരുന്നു. യേശുവിനോട് അവളുടെ അടുക്കൽ വന്ന് കൈവച്ച് പ്രാർത്ഥിക്കാൻ അവൻ അപേക്ഷിക്കുന്നു. യേശുവിന് തൻ്റെ മകളെ സുഖപ്പെടുത്താൻ കഴിയുമെന്നും അവളുടെ അസുഖം മാറ്റാൻ സാധിക്കുമെന്നും ജൈറസിന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ഉടനെ യേശു അവനോടുകൂടെ പോകാൻ തുടങ്ങി. അവർ പോകുമ്പോൾ രക്തസ്രാവം മൂലം ദീർഘകാലം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ യേശുവിനെക്കുറിച്ചും സുഖപ്പെടുത്താനുള്ള അവൻ്റെ ശക്തിയും കുറിച്ച് കേട്ട് ഒരു നിമിഷമെങ്കിലും അവനെ സ്പർശിക്കാൻ കഴിഞ്ഞാൽ താൻ സുഖം പ്രാപിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു. അവൾ നിശബ്ദയായി യേശുവിൻ്റെ പുറകിൽ വന്ന് അവൻ്റെ മേലങ്കിയിൽ തൊട്ടു. ആ നിമിഷം ആ സ്ത്രീ സുഖം പ്രാപിച്ചു. യേശുവിനെ സ്പർശിച്ചത് ഒരു നിമിഷം മാത്രമാണെങ്കിലും തന്നെ ആരോ സ്പർശിച്ചതായി യേശുവിന് പെട്ടെന്ന് മനസ്സിലായി. അത് ജനക്കൂട്ടത്തിൻ്റെ തിക്കും തിരക്കും മൂലമാണെന്ന് യേശുവിനെ ബോധ്യപ്പെടുത്താൻ ശിഷ്യന്മാർ ശ്രമിച്ചു. എന്നാൽ യേശുവിന് വിശ്വാസത്തിൻ്റെ സ്പർശം അനുഭവപ്പെട്ടിരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന രോഗശാന്തി എന്താണ്? യേശുവിനെ തൊടാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? യേശുവിൻ്റെ സാന്നിധ്യവും രോഗശാന്തി ശക്തിയും നിങ്ങൾ അനുഭവിച്ചറിയുന്നുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ ആവശ്യപ്പെട്ട നിർദ്ദിഷ്ട രോഗശാന്തി നിങ്ങൾക്ക് ലഭിച്ചേക്കാം. എന്നാൽ രോഗശാന്തി മറ്റു വഴികളിലൂടെയും സംഭവിക്കാം. യേശു നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം പറയുകയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കുക. ആ ഉത്തരം നമുക്ക് വളരെ വ്യക്തമായേക്കില്ല. വളരെ കാലമായി അസുഖമോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ മൂലം കഷ്ടപ്പെടുന്നവരുണ്ടാകാം.
ചിലപ്പോൾ യേശു നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല എന്ന് തോന്നുമ്പോഴും അവരിൽ തുടർന്നും വിശ്വസിക്കുക. ഇതാണ് നമുക്കുള്ള വെല്ലുവിളി. അതല്ല, നാം പ്രാർത്ഥന ഉപേക്ഷിക്കുമോ? നമ്മൾ പ്രതീക്ഷിച്ച ഉത്തരം ലഭിച്ചില്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് തരുന്നവനോട് ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ ചോദ്യം ഇതാണ്: ഞാൻ യഥാർത്ഥത്തിൽ യേശുവിലും അവൻ്റെ സ്നേഹത്തിലും എന്നോടുള്ള കരുതലിലും വിശ്വസിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ യേശു നമ്മോട് പറയുന്നത് എപ്പോഴും ഓർക്കുക: ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി നാം തീർച്ചയായും ജയിക്കും. ഇന്ന് ജനുവരി 30 മഹാത്മാഗാന്ധിയുടെ 76ാം ചരമവാർഷിക ദിനമാണ്. 76 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ദൈനംദിന സായാഹ്ന പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ 79 വയസ്സുണ്ടായിരുന്ന ഗാന്ധിജിയുടെ ഹൃദയത്തിലേക്ക് 3 വെടിയുണ്ടകൾ തുളച്ചു കയറി. അന്ന് വൈകുന്നേരം രാഷ്ട്രത്തോടുള്ള തൻ്റെ റേഡിയോ പ്രഭാഷണത്തിൽ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞു: വെളിച്ചം അണഞ്ഞു എന്ന് ഞാൻ പറഞ്ഞെങ്കിലും എനിക്ക് തെറ്റി. എന്തെന്നാൽ ഈ രാജ്യത്ത് പ്രകാശിക്കുന്ന വെളിച്ചം സാധാരണ വെളിച്ചമായിരുന്നില്ല. ഇത്രയും വർഷങ്ങളായി ഈ നാടിനെ പ്രകാശിപ്പിച്ച ആ വെളിച്ചം ഇനിയും ഒരുപാട് വർഷത്തേക്ക് പ്രകാശിക്കും. 1000 വർഷങ്ങൾക്ക് ശേഷവും ആ വെളിച്ചം ഈ നാട്ടിൽ കാണുകയും ലോകം കാണുകയും അത് എണ്ണമറ്റ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. കാരണം ആ വെളിച്ചം സമീപ ഭൂതകാലത്തേക്കാൾ കൂടുതലായി പ്രതിനിധീകരിക്കുന്നു. അത് ജീവിക്കുന്നതും ശാശ്വതവുമായ സത്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ശരിയായ പാതയെ ഓർമ്മിപ്പിക്കുന്നു. തെറ്റിൽ നിന്ന് നമ്മെ വലിച്ചഴിച്ച് ഈ പുരാതന രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. മഹാത്മാഗാന്ധിയുടെ നല്ല ഓർമ്മകൾ നമുക്ക് അയവിറക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.